ഇങ്ങനെ ഒരു ബൾബ് എടുക്കാണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കുഞ്ഞൻ കുഞ്ഞൻ മഷ്റൂംസ് അതിനായിട്ട് തന്നെ ഇതിന്റെ ഫസ്റ്റ് ലെയർ ഇതിൽ നിന്ന് ഒന്ന് വീടിപ്പിച്ചെടുക്കാം. പഴയ ബൾബാണെങ്കിൽ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. എന്നിട്ട് അതിന്റെ ഫസ്റ്റ് ലെയർ ഇതേപോലെ ഒരു റെഡ് പെയിന്റ് വെച്ച് അങ്ങ് ഫുള്ള് കുളിപ്പിച്ചെടുക്കാം. ആദ്യം കാണിച്ച ക്ലിപ്പിൽ ഞാൻ ഇതൊന്ന് ഒട്ടിച്ചു പോയായിരുന്നു, അതായിരുന്നു അത് അതേപോലെ. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ലെമൺ യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിന്റെ ഈ ഒരു ഭാഗത്തും കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം. ഇനി ഇത് രണ്ടും ഉണങ്ങി കിട്ടിക്കഴിയുമ്പോൾ ഏകദേശം സംഭവം സെറ്റ് ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മഷ്റൂം സെറ്റ് ആക്കണമെങ്കിൽ കുറച്ച് ഡോട്ട്സ് അത് മുഖ്യമാണല്ലോ. പിന്നെ ആ റെഡ് പെയിന്റ് അടിച്ച സംഭവം എന്നിട്ട് എന്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഡോട്ട്സ് വെള്ള പെയിന്റ് എടുത്ത് താജ്മഹൽ തന്നെ പണിയാ. അപ്പോഴത്തേക്കും നമ്മുടെ ഈ റെഡ് സംഭവത്തിലുള്ള കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇനി അതങ്ങ് സൈഡിലോട്ട് മാറ്റി വെക്കുക. ഞാൻ പണ്ടുതലേ പറയാറുണ്ട്, പാർഷ്യാലിറ്റി ഇവിടെ നടക്കൂല. അത് കാരണം റെഡിന് പെയിന്റ് അടിച്ചാൽ യെല്ലോക്കും പെയിന്റ്, എന്നിട്ട് ആ യെല്ലോ സംഭവം എടുക്കുക. എന്നിട്ട് കുറച്ച് പുല്ലുകൾ അങ്ങ് വരച്ചു കൊടുക്കുക. അങ്ങനെ ഈ പുല്ലുകളും കൂടി വരച്ച് കഴിയുമ്പോൾ ഏകദേശം സംഭവം സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വിട്ടിരുന്നാൽ അത് മഷ്റൂം ആവില്ലല്ലോ. അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇതിനകത്ത് കുറച്ച് പൂക്കളും കൂടി ആവാം. പൂക്കളും കൂടി വരച്ച് കഴിയുമ്പോൾ അതിന്റെ ലുക്ക് തന്നെ മാറിയില്ലേ. ഇനിയൊന്നുമില്ല, ഈ ഒരു സംഭവത്തിന്റെ മുകളിലേക്ക് ഒരു ബോട്ടിലിന്റെ ക്യാപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ബോട്ടിലിന്റെ ക്യാപ്പിന്റെ മുകളിലോട്ട് സാക്ഷാൽ ആ റെഡ് സംഭവത്തിനെ വെച്ച് കൊടുക്കുക. സംഭവം സെറ്റ് ആയിട്ടുണ്ട്, വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയില്ലേ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതിൽ നിങ്ങൾ 10 എത്ര റേറ്റ് ചെയ്യുന്നു കൂടി കമന്റ്. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് തൊണ്ടയുടെ പറഞ്ഞല്ലേ, ഒരു ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ തന്നിട്ട് പോടോ.